Hello guys, welcome to our channel. Homework by Maru Sambus. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു അവർ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാമായിരിക്കും, ഞങ്ങൾ ഡാൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ സന്തോഷ പ്രകടനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പം ഞങ്ങൾ ഡാൻസിലുണ്ടായിരുന്ന കൊച്ചുങ്ങളെല്ലാവരെയും വിളിച്ച് ഞങ്ങൾ അതിഗംഭീരമായിട്ട് ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ്റെ പരിപാടി ഇതാ വല്യമ്മയുടെ മോള് ചിഞ്ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് ചിഞ്ചേച്ചി ആതിരയൊക്കെ ഫസ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന പരിപാടിയിലേക്ക് ഇതാ കടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആതിര സവാള പൊളിച്ചു, പിന്നെ കൊച്ചുള്ളിയൊക്കെ അവൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണിക്കുട്ടിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് അവരവരുടെ ജോലികൾ അവരവരുടെ ഏറ്റെടുത്തോളും സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ വന്നവരിത് എത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അപ്പം ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഏകദേശമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അപ്പവും ആതിരയും കൂടെ കാണിച്ചൊരു കോലമാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാച്ചിക്കാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഷിനുവും സൂര്യചേച്ചിയും കുറച്ച് നമ്മളെ കൊച്ചുങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന ഉടനെ സൂര്യചേച്ചി ഇതാ ഇഞ്ചിയൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷിനു നമ്മുടെ ചിക്കൻ വയ്ക്കാനുള്ള പാത്രമൊക്കെ അടുപ്പിൽ സെറ്റ് ചെയ്ത് അവിടെ തീയൊക്കെ കത്തിച്ച് അവളെ താഴത്തെ അടുക്കളയിൽ നിൽക്കുകയാണ്. ആതിരത ഇവിടെ തക്കാളിക്കൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പിള്ളേരിതാ ഇവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ വിച്ചു എല്ലാവരും ഉണ്ട്, അമ്പാടി, ആദി എല്ലാവരും ഉണ്ട്, കിങ്ങിണി, അങ്ങനത്തെ എല്ലാവരും നിന്നതാ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതാ ഇത്തിരി കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് അപ്പുതാ ഇതൊക്കെ ഇങ്ങനെയാണെന്നൊന്ന് ഇളക്കി പഠിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ചിക്കനിലേക്ക് ഏകദേശം വേണ്ട ചേരുവകളൊക്കെ ആദ്യം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ മസാല ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ മസാല പൊടിക്കാനുള്ള പരിപാടിയാണ് ചൂടാക്കിയതിന് ശേഷം. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ വെറിഞ്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വന്നവർക്ക് അപ്പോൾ ആ ടൈമിൽ ഒരുപാട് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വെറിഞ്ചായ കിട്ടിയിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഞങ്ങൾ വെറിഞ്ചായൊക്കെ കുടിച്ചിട്ട് ചിക്കൻ അവിടെ അടുപ്പിൽ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്ത് ഇളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ അടുപ്പ് കൂട്ടി ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തുനിന്ന് എടുത്തതാ നമ്മൾ രണ്ടുപേരും കൂടെ ഞാനും ചിഞ്ചേച്ചും കൂടെ പിടിച്ച് വെള്ളോട്ട് കൊണ്ടുവയ്ക്കണം. അതാകുമ്പോൾ നമുക്ക് നമ്മളെ സൗകര്യത്തിന് ഇളക്കിയെടുക്കാനൊക്കെ നമുക്ക് പറ്റും. അവിടെ അകത്താകുമ്പോൾ ഇത്തിരി പൊക്കപ്പറായതുകൊണ്ട് പാടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ബെറോട്ടയും ചപ്പാത്തിയാണ് കേട്ടോ. ബെറോട്ട ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ ഏകദേശ പരിപാടിയൊക്കെ സെറ്റായി. ചിക്കൻ ഇവിടെ നല്ല വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വെറുഞ്ചായ കുടിച്ച് കുറയ്ക്കലുമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പരിദൂഷണങ്ങളും കാര്യപ്പറച്ചിലൊക്കെ ആയിട്ട് ആ ഒരു ദിവസം സൂപ്പറായിരുന്നു സുഹൃത്തുക്കളെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഏകദേശം പൊന്നു വന്നിട്ടുണ്ട്, ശ്രീകുട്ടി വന്നിട്ടുണ്ട്, ഐശ്വര്യ വന്നിട്ടുണ്ട്, ആര്യ വന്നിട്ടുണ്ട്, ഏകദേശം എല്ലാവരും ഇത് ചേച്ചി വന്നിട്ടുണ്ട്. എല്ലാവരും ഏകദേശം വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതാ ഇവിടെ നല്ല രീതിയിൽ സംസാരിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ചിരിച്ച് മയങ്ങാണ് സുഹൃത്തുക്കളെ. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡേ. എൻ്റെ വീട് നിറയെ പിള്ളേരും കുട്ടികളും നമ്മുടെ ഡാൻസിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് അവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇവിടെ ചിക്കൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ആദ്യം പിള്ളേരൊപ്പം കൂടിയിട്ടുണ്ട്. അവരിതവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല ഹറിബറിയായിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പൊന്നുതാ ചെറിയൊരു യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചാരുക്കിളിയും ഉണ്ട്. ചാരുവും പൊന്നുമായിട്ടൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തകൃതിയായിട്ട് ആതിരയും പിള്ളേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോഴത്തേക്കും ആ പഴയ ഒരു ഡാൻസിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും.
അങ്ങനെ പിള്ളേഴ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഡാൻസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരുടെ ബിസിയൊക്കെ മാറ്റി വെച്ച് തിരക്കുകളൊക്കെ മാറ്റി വെച്ചൊരു വൈകുന്നേരമാണ് ഞങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷീനു ഇവിടെ ചിക്കൻ ഒരു ബേസിനിലേക്ക് പകർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് വൈകുന്നേരമാണ് കൂടിയത്. അപ്പോൾ ഒരു 7-8 മണിക്ക് മുമ്പൊക്കെ എല്ലാം കഴിഞ്ഞ് പിള്ളേരെയൊക്കെ വീട്ടിൽ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പിള്ളേർക്കൊക്കെ എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർ കളി നിർത്തുന്നില്ല. പിള്ളേരെല്ലാവരും കൂടെ ആയപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ മറ്റേത് ഡാൻസിൻ്റെ പ്രാക്ടീസിന് വരുമ്പോഴത്തേക്ക് അവരെല്ലാവരും ഒത്തുകൂടുമ്പോൾ അവർക്ക് കളിയും ചിരിയും തമാശകളും, പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം വീട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നത്. വെളിയിലൊരു ബാച്ചിലും സംസാരിക്കുന്നുണ്ട്, അകത്ത് അവിടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം സന്ധ്യാസമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ ചാരുവും പൊന്നും കൂടെയൊക്കെ എന്തൊക്കെയോ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും തറയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിള്ളേർക്ക് ഇലയൊക്കെ ഇട്ട് ചപ്പാത്തി വേണമെന്നവർക്ക് ചപ്പാത്തി, ബെറോട്ട വേണമെന്നവർക്ക് അങ്ങനെ അവരുടെ ആവശ്യാനുസരണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അത് വീഡിയോ എനിക്കൊന്ന് ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങളെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല കുറച്ച് പേർക്ക്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പാഴ്സലായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു സന്തോഷമാണ്. അപ്പോൾ വരാത്തവർക്ക് ഞങ്ങൾ പാഴ്സലായിട്ട് വീട്ടുകളിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തിനാണ് ഇവിടെ ഐശ്വര്യയും ആതിരയും എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ. ഞങ്ങളിതാ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വട്ടത്തിനിരുന്ന് സെറ്റായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ ആര്യയുടെ മോളാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആര്യ കഴിക്കാതിരുന്നതുകൊണ്ട് അമ്മ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിന്. അവൾ പിന്നെ എല്ലാവരിലും പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരെ ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു.